ഇന്ന് തയ്യാറാക്കുന്നത് ഈ ചാനലിൻ്റെ വ്യൂവേഴ്സ് സജസ്റ്റ് ചെയ്ത ഒരു റെസിപ്പിയാണ്. സ്വാദിഷ്ടമായ തേങ്ങാ ചമ്മന്തിയാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. തേങ്ങാ ചമ്മന്തിക്ക് ആവശ്യമായ സാധനങ്ങൾ: അരമുറി തേങ്ങ, കൊച്ചുള്ളി 10 എണ്ണം, ഇഞ്ചി 1/2 ഇഞ്ച് നീളത്തിൽ, വെളുത്തുള്ളി 2 അല്ലി, കറിവേപ്പില 4 ഇളം തണ്ടുകൾ, വാളംപുളി 1 ചെറിയ നെല്ലിക്ക വലുപ്പത്തിൽ, മുളക് പൊടി, ഉപ്പ് പൊടി. ഇനിയും തേങ്ങ തിരുമിയെടുക്കാം. തേങ്ങ തിരുമി കഴിഞ്ഞു. ഇനി മുളക് പൊടി ചൂടാക്കിയെടുക്കാം. അതിനായി സ്റ്റൗ ഓൺ ചെയ്ത് പാൻ ചൂടാക്കാം. പാൻ ചൂടായതിനു ശേഷം സ്റ്റൗ ഓഫ് ചെയ്ത് അതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന 3 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. സാധാരണയായി തേങ്ങാ ചമ്മന്തിക്ക് വറ്റൽമുളക് ചുട്ട് എടുക്കുന്നതാണ് നല്ല രുചി. എന്നാൽ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഞാൻ പിരിയൻമുളകിൻ്റെ പൊടി ഉപയോഗിച്ചത്. സ്റ്റൗ ഓൺ ചെയ്ത് മുളക് പൊടി ഇട്ടാൽ മുളക് പൊടി കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് സ്റ്റൗ ഓഫ് ചെയ്തിട്ടെടുത്തത്. ഇനി ആദ്യം എടുത്തു വെച്ചിരിക്കുന്ന ചുവന്നുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില എന്നിവ മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കാം. ഇളം കറിവേപ്പില ചേർക്കുന്നതാണ് രുചികരം. ഇത് അരച്ചെടുത്തു. ഇനി ഇതിലേക്ക് തിരുമ്മി വെച്ച തേങ്ങ, വാളംപുളി, മുളക് പൊടി, 1 ടീസ്പൂൺ ഉപ്പ് എന്നിവ കൂടെ ചേർത്ത് അരച്ചെടുക്കാം. തേങ്ങാ ചമ്മന്തി അരച്ചെടുത്തു. ഈ ഒരു പരുവത്തിൽ വേണം അരച്ചെടുക്കാൻ. ഇനി ഇത് ഉരുട്ടിയെടുക്കാം. തേങ്ങാ ചമ്മന്തി തയ്യാർ. ഇത് നമ്മളൊരു ബോളിൻ്റെ രൂപത്തിലാണ് ഉരുട്ടിയെടുത്തിരിക്കുന്നത്. എല്ലാവർക്കും എളുപ്പത്തിൽ ഈ ചമ്മന്തി ഉണ്ടാക്കാൻ സാധിക്കും.